കഴിഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തുള്ള കമ്പിക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വടകര തെരുവത്ത് ജംഗ്ഷനിലാണ്. തെരുവത്ത് മുതൽ കരിമ്പനപ്പാലം പ്രദേശം വരെ ദേശീയപാതയിൽ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് നമ്മുടെ തെരുവത്ത് ജംഗ്ഷനിൽ പില്ലറിൻ്റെ വർക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞ് അതിൻ്റെ പില്ലറിൻ്റെ കമ്പികൾ കെട്ടി ഉയർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഗേഡറുകൾ, ഈ ഭാഗത്ത് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പാൻഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എക്സ്കവേഷൻ ചെയ്ത് ലെവൽ ചെയ്തിരിക്കുന്ന പഴയ ദേശീയപാത, അവിടെ ഇപ്പം ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന വർക്ക് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യുക എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പാറമൽ സ്കൂൾ അല്ലെ SGMSB സ്കൂളിൻ്റെ ഫ്രണ്ടിലാണിത്. പഴയ ദേശീയപാതയൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് ലെവൽ ചെയ്ത്, അതേപോലെ ഗേഡറിന് വേണ്ടിയുള്ള എക്സ്പാൻഡ് ബീമിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ലെവൽ ചെയ്തുകൊണ്ട് ഫൗണ്ടേഷനൊക്കെ ലെവൽ ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വലിയൊരു റൗണ്ട് അബൌട്ട് പോലെ സംവിധാനമാക്കി മതി. വില്യാപ്പള്ളി, അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ആയഞ്ചേരി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് ഇങ്ങനെ യൂ ടേൺ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. റൗണ്ട് അബൌട്ട് രണ്ട് ഭാഗത്ത് ക്രിയേറ്റ് ചെയ്ത് രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും ഇപ്പോൾ ഈ ഭാഗത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വാഗാടിനെ സംബന്ധിച്ചുള്ള എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇത്രയും വലിയൊരു ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാകാൻ നല്ല രീതിയിൽ അത് ഒരു സഹായമാകും. ഈ ഭാഗത്തൊക്കെ ഇപ്പം പൈലിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പൈലിംഗ് മെഷീനാണ് ഇപ്പം നിലവിൽ ഈ ഭാഗത്തുള്ളത്. അതേപോലെ ഇനി ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ, അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡ് ആ പ്രദേശത്തുള്ള വർക്കിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ HDFC ബാങ്ക്, അതേപോലെ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ്, ചിക്കിങ് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇവിടെയൊക്കെ ഫൈലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് 2 പില്ലർ ഓൾറെഡി ഉയർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ 2 സൈഡിലും 6 വരി പാതയുടെയും പൈലിങ്ങിൻ്റെ വർക്ക് എക്സ്കവേഷൻ ചെയ്ത് പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ പൈൽ ടോപ്പ് അടിക്കാനുള്ള വർക്കാണ് ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരു സൈഡിലും നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൈലിംഗ് അടിച്ച പ്രദേശത്തുള്ള ആ ഒരു എക്സ്കവേഷൻ ചെയ്ത ഭാഗത്തു നിന്നൊക്കെ വെള്ളമൊക്കെ അടിച്ചുകൊണ്ട്, മോട്ടർ വെച്ച് വെള്ളം അടിച്ചുകൊണ്ട് വറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വാഗാട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത്. അടുത്തതായി നമ്മളുള്ളത് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്താണുള്ളത്. നമ്മൾ പാവപ്പെട്ടവൻ്റെ ഡ്രോണിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തുള്ള 2 പില്ലറിങ്ങിൻ്റെ പൈലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ കമ്പികളൊക്കെ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ ദേശീയപാതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് നമ്മുടെ ഡോക്ടേഴ്സ് ക്ലിനിക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിലുള്ളതെന്നുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഡ്രോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ എടുക്കുന്ന വീഡിയോസാണ്. ഫോണിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും എടുക്കുന്ന വീഡിയോസാണ്. ഒരു ഡ്രോണൊക്കെ മേടിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സാഹചര്യം അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ്. അപ്പം പ്ലാനൊക്കെ ഉണ്ട് മേടിക്കാൻ. അപ്പോൾ ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച. നാരായണ നഗരം ഈ ഭാഗത്തേക്ക്, പിന്നെ അതേപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് എടോടി ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു ജംഗ്ഷൻ, ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പാസ് ചെയ്ത് പോകുക. അപ്പോൾ ഇവിടെ ഒന്നും പില്ലറിൻ്റെ വർക്ക് ഇനി ഈ ഭാഗത്താണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ അതിന് സർവീസ് റോഡൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യണം. അല്ലാത്ത പക്ഷം നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഈ വർക്കുകളൊക്കെ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ ആ ഒരു പ്രദേശത്തൊക്കെ തെരുവത്ത് ജംഗ്ഷനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിന് ശേഷമാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കാൻ സാധ്യത. അതേപോലെ നമ്മൾ ഇവിടെ ഒരു ഹോളിഡേ മാള്, കുറേ കാലമായിട്ട് കിടക്കുന്ന ഒരു ഹോളിഡേ മാളുണ്ട്.
ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള ഡാറ്റാസ് ലഭിക്കാത്തത് കൊണ്ടാണ് താൽക്കാലികം നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ ജസ്റ്റ് നമ്മളെ വാട്സപ്പ് നമ്പർ നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വെക്കാം. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയുന്ന ആളുകൾ ജസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വാട്സപ്പിൽ മെസ്സേജായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ആ ഒരു സബ്സ്ക്രിപ്ഷൻ കൂടി നൽകി സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടി നോട്ടിഫിക്കേഷൻ ബട്ടൺ അൺക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളവിടെ വൈൻഡപ്പ് ചെയ്യണം.